അഴിമതിയും കൃത്യവിലോപവും കണ്ടെത്തിയതിനെ തുടർന്ന് നെയ്യാറ്റിൻകര വിദ്യാഭ്യാസ ഓഫീസിലെ 13 ജീവനക്കാരെ കൂട്ടത്തോടെ സ്ഥലം മാറ്റി. പൊതുവിദ്യാഭ്യാസ ഡയറക്ടറേറ്റിലെ സംഘം നടത്തിയ മിന്നൽ പരിശോധനയുടെ അടിസ്ഥാനത്തിലാണ് അസാധാരണ നടപടി. 9 ക്ലർക്കുമാരെയും 2 ഓഫീസ് അസിസ്റ്റന്റുമാരെയുമാണ് സ്ഥലം മാറ്റിയത്. പൊതുജനങ്ങളിൽ നിന്നും അധ്യാപകരിൽ നിന്നും നെയ്യാറ്റിൻകര വിദ്യാഭ്യാസ ഓഫീസിനെതിരെ വ്യാപകമായ പരാതികളാണ് ഉയർന്നത്. ഇതിന്റെ അടിസ്ഥാനത്തിൽ മാർച്ച് 5-ന് ജില്ലാ വിദ്യാഭ്യാസ ഓഫീസിൽ പൊതുവിദ്യാഭ്യാസ ഡയറക്ടറേറ്റിലെ സംഘം പരിശോധന നടത്തി. ഗുരുതര കൃത്യവിലോപവും ഉത്തരവാദിത്തരഹിത നടപടികളും കണ്ടെത്തിയിരുന്നു. അധ്യാപക നിയമനത്തിനുള്ള ഫയലുകൾ പിടിച്ചുവെക്കുക, കൈക്കൂലി, കൃത്യസമയത്ത് ഓഫീസിൽ ഹാജരാകാതിരിക്കുക തുടങ്ങിയവയാണ് പരിശോധനയിൽ കണ്ടെത്തിയത്. ഇത് തിരുത്തണമെന്നാവശ്യപ്പെട്ട പൊതുവിദ്യാഭ്യാസ ഡയറക്ടറേറ്റ് കർശന നിർദ്ദേശം നൽകി. വീണ്ടും പരാതികൾ ഉയർന്നതിനെ തുടർന്ന് മെയ് 28-ന് മിന്നൽ പരിശോധന നടത്തി. ഇതിലെ മുൻ ക്രമക്കേടുകൾ ആവർത്തിക്കുന്നതായി കണ്ടെത്തി. തുടർന്നാണ് കൂട്ടസ്ഥലം മാറ്റം നടത്താൻ തീരുമാനിച്ചത്. സൂപ്രണ്ടിനും PA-ക്കുമെതിരെ ഉടൻ നടപടി ഉണ്ടാകും. പുതിയതായി സ്ഥലം മാറി വന്ന DO മാത്രം നടപടിയിൽ നിന്ന് രക്ഷപ്പെട്ടു. ഓഫീസിലുള്ളവരെ വിവിധ സ്കൂളുകളിലേക്കാണ് മാറ്റിയത്. ഇവർക്ക് പകരം 18 ജീവനക്കാരെ വിവിധ സ്കൂളുകളിൽ നിന്ന് ജില്ലാ വിദ്യാഭ്യാസ ഓഫീസിലേക്ക് നിയമിച്ചു. 24 തിരുവനന്തപുരം.